പിടിച്ചു കുപ്പിയിലടയ്ക്കുവാൻ മഹാമാന്ത്രികനെത്തിക്കഴിഞ്ഞു. പട്ടണത്തിൽ ഭൂതം. ഭൂതത്തെ കാണുവാനുള്ള സുവർണാവസരം പാഴാക്കാതിരിക്കുവിൻ. പട്ടണത്തിൽ ഭൂതം. മനുഷ്യനെ എന്തുവാടെ ഇത് മനുഷ്യനെ പേടിപ്പിക്കാൻ നീയായിരുന്നോ? തിരുമേനി എന്തിനാ ഓടിയത്? വത്സ, നീ ആ വിളിച്ച് പറഞ്ഞോണ്ട് പോയത് കേട്ടില്ലേ? എന്നെ പിടിച്ച് കുപ്പിയിലടക്കി വന്ന് പിടിച്ചു കുപ്പിയിലടയ്ക്കുവാൻ എന്നെ മഹാമാന്ത്രികനെത്തിക്കഴിഞ്ഞു. കണ്ടിട്ട് ഭൂതമാണോ പ്രേതമാണോ എന്ന് കരുതി ഏതോ വിവരദോഷികൾ വിളിച്ചു കൂകുന്നതാ. കുപ്പിയിലടയ്ക്കും പോലും. അതിന് ഞാൻ എന്തുവാ കുട്ടിച്ചാത്തനെന്നോ? വെറുതെ അല്ല, ഒരാള് കാലം നീട്ടിക്കൊണ്ടുവന്നപ്പോ തലയെ കുരിച്ചു കൊടുത്തത്. തലക്കകത്ത് വല്ലതും വേണ്ടേ? എന്റെ തിരുമേനി, അത് പുതിയ സിനിമയുടെ പരസ്യ വണ്ടിയാ. അത് ശരി. അപ്പൊ അവിടെ കണ്ട ജനക്കൂട്ടം സിനിമ കാണാൻ ഓടിക്കൂടിയതാണല്ലോ. അതെ. എന്നാ പിന്നെ നമുക്ക് ആ സിനിമ കണ്ടാലോ? അപ്പൊ പ്രജകളെ കാണണ്ടേ? പ്രജകളെ കാണണം. ദാ വാ. ബാ. തിരുമേനി, കേരളം കണ്ടില്ലേ? ഇനി നമുക്ക് കോവളം കാണാൻ പോയാലോ? വത്സ, കേരളത്തിനകത്ത് തന്നെയാണ് കോവളം. ഓ, ചേട്ടാ, ഈ കഞ്ഞിക്കുഴിക്കുള്ള വഴിയേതാ? കഞ്ഞിക്കുള്ള വഴിയാ? അല്ല, കഞ്ഞിക്കുള്ള വക നേടിയാ ജഗള് നടക്കുന്നത്. കഞ്ഞിത്തരം പറയാതെ മിണ്ടാതെ നിൽക്കും വത്സ. ഒന്നുമില്ലെങ്കിലും ഒരു രാജാവല്ലേ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. രാജാവാ? മനസ്സിലായില്ലല്ലേ? ഞങ്ങൾ ഓണത്തിന് ആൽബം പിടിക്കാൻ ഇറങ്ങിയതല്ല. ഇതാണ് കേരളം ഭരിച്ചിരുന്ന മാവേലി തമ്പുരാൻ, അതായത് സാക്ഷാൽ മഹാബലി. ഒറിജിനൽ ISI മാർക്കോട് കൂടിയത്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ഭരണമാ. ഓണമല്ലേ, ഞങ്ങൾ പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അതുപോലെ തന്നെയാണ് ഞാനും. ഒരു ഭാര്യയുണ്ട്, ഒരു സെറ്റപ്പ് ഉണ്ട്, പ്രജകളായിട്ട്. ആ പേരിൽ 4 കുട്ടികളുണ്ട്. അവരുടെ ക്ഷേമാന്വേഷിച്ചുള്ള യാത്രയല്ലേ ഞാനും. വത്സ, മലയാളികളുടെ മഹാമനസ്കത കണ്ടില്ല. നാം 1, നമുക്ക് 2. 2 പേരെ പോറ്റുന്ന നിനക്ക് നല്ലത് വരെ പോയി ഓണം നല്ലതുപോലെ ആഘോഷിക്കും. എന്തെടുത്തിട്ട് ഓണാഘോഷിക്കാനാണ്? എടോ, കോണം വിറ്റും അല്ല, കാണാൻ വിറ്റ് ഓണം ആഘോഷിക്കണോന്ന് തിരുമേനി പറഞ്ഞിട്ടില്ലേ? കാണാൻ പോയിട്ടൊരു കോണകം പോലും ഇല്ല വിൽക്കാനായിട്ട്. കോടകം വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ സംഘടിപ്പിച്ചു തരാം. അതൊന്നും വേണ്ട. തൽക്കാലം ഇപ്പൊ ഓണം ഉണ്ണാനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം ഇത് വെച്ച് കഴുത്ത് അവിടെ തന്നെ ഉണ്ട് തിരുമേനി. അവര് കൊണ്ടുപോയത് മാലയാ. തിരുമേനിയുടെ മാലയുടെ കാര്യം ഗോവിന്ദ. എന്താ? സ്വാഹ. ഇല്ല, എല്ലാം നാം എന്റെ അകക്കണ്ണിൽ കാണുന്നു. അവൻ വരും, ഇല്ലെങ്കിൽ ചാത്തന്മാർ അവനെ വരുത്തും. ചാത്തന്മാരോ? മാവേലി എന്ന് മുതലാ ചാത്തൻ സേവ തുടങ്ങിയത്? വത്സ, ഞാൻ ഇട്ടുകൊണ്ടുവന്നത് മുക്കുവണ്ടമാണ്. കേരളത്തിലേക്കാണല്ലോ വരുന്നത്. ഇതുപോലുള്ള തരികിടകൾ ധാരാളം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഓടുന്ന പട്ടിക്ക് 1-2 കിലോമീറ്റർ മുമ്പേ എറിയണം. എന്നാലും എള്ളോളം കള്ളില്ലാത്ത, അല്ല കള്ളമില്ലാത്ത എന്റെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയായില്ലോ ഭഗവാനേ. അല്ലേ, നിങ്ങൾ റെഡി ആയില്ലേ? എവിടെ പോവാൻ? നമ്മൾ സിനിമയ്ക്ക് പോകാൻ പോകുന്നു. പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നല്ലൊരു ദിവസമായിട്ട് എന്നെ സിനിമ കൊണ്ട് കാണിക്കുന്ന ഇന്നലെ രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ, എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ. ഇന്ന് സിനിമയ്ക്ക് പോണ കാര്യം നടക്കത്തില്ല. നിനക്ക് വേണം റാണി, മന്ദാകിനി, ലക്ഷ്മി, ഇതിലേത് വേണമെന്ന് വെച്ചാൽ നിനക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. നമ്മുടെ ആവോളം നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ. കണ്ടവൾമാരുടെ അടുത്ത് പോയിരുന്ന നിരങ്ങ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത്ര വലിയ സൂക്കേടല്ലേ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നോക്കിക്കോ. എടി, കണ്ടവളുമാരെന്ന് പറഞ്ഞ നീ പറയുന്ന പോലെ പെണ്ണുങ്ങളൊന്നും അല്ല. ഇതൊക്കെ ഞാൻ പോകുന്ന ബാറുകളല്ലേ. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ബാറിൽ പോകാൻ കാശുണ്ട്. എന്നെ ഒരു സിനിമ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോകുമല്ലേ? എനിക്ക് ഇന്ന് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ. അതിന്റെ ഭാഷയാണോ? സംസാരിക്കുമ്പോ സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ, കേട്ടാ? നിനക്കറിയോ, നാണ്യമാനം വന്നതിന് ശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കുക. എന്റെ മധ്യസ്ഥിതി വരെ തകർന്നിരിക്കുക, അറിയാവോ? മധ്യസ്ഥിതി ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നട്ടല് എടി, ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോണ്ട് പോകേണ്ടി വന്നിരിക്കും. എന്തിനാ മനുഷ്യ ബാങ്കിൽ നിന്ന് ലോൺ ഒക്കെ എടുക്കുന്നത്? വലിയ 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 വർത്താനം കൊണ്ട് പറയല്ലേ. എന്തിനാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്? നിന്റെ അച്ഛൻ
എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഓർത്തു എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ തന്തയ്ക്ക് പറയൂന്ന്. നിങ്ങൾ ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ അച്ഛനും എന്റെ അമ്മയും നമ്മൾ രണ്ടും 3 പിള്ളേരും നിന്റെ അനിയത്തി പിന്നെ രാജേഷ് സുരേഷ് ഇവരെല്ലാം കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് സിനിമ കാണാൻ പോകണമെങ്കിലേ കാശ് കുറയാകും. പിന്നെ അവിടെ ചെന്ന് പിള്ളേർക്ക് സോഡ ടച്ചിങ്സ് ഇതെല്ലാം വേണ്ടേ? സോഡയും ടച്ചിങ്സും? അല്ല സോറി മറന്നുപോയി. മറ്റേ മാംഗോ ജ്യൂസ് പോപ്കോൺ ഇതൊക്കെ പൈസ കൊടുക്കാതെ എന്റെ അമ്മാവനാണ് ഇരിക്കുന്നത്. ഫ്രീ ആയിട്ട് ഒരു കൊടുക്കാൻ. കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം നമ്മൾ ആരും വിളിക്കുന്നില്ല, നമ്മൾ ഒരുമിച്ച് പോകുന്നു. നിങ്ങളും ഞാനും നമ്മുടെ 3 മക്കളും മാത്രം. പിന്നൊരു കാര്യം, നമ്മൾ ബാൽക്കണി എടുക്കുന്നില്ല, നമ്മൾ താഴത്ത് പോകുന്നു. ടെൻഡടേ. അയ്യ കൊള്ളത്തില്ല. എടിതേ തറയെ കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ഫാമിലി ജനിച്ചവനാ. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം അടിച്ച് തറയിപ്പോ അതിപ്പോ ദൈവം എന്റെ തലവരെ അതായിപ്പോയി. നിങ്ങൾ ഏത് കൊമ്പത്തെ ഫാമിലിയിൽ എന്നാ പറഞ്ഞേ? നിങ്ങൾ വെള്ളം അടിച്ച് തറയെ കിടക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ മനുഷ്യ. എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ കൊമ്പത്തെ ഫാമിലി. എടി നമ്മൾ ബോധമില്ലാത്തൊരു മനുഷ്യൻ ബോധമില്ലാതെ തറയെ കിടക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ബോധമുണ്ടോ ഞാൻ എവിടെ കിടക്കും? ഞാൻ ബെഡിലല്ലേ കിടക്കത്തുള്ളൂ. ബോധമില്ലല്ലോ, അതല്ലേ. നിങ്ങൾ വലിയ ബോധത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എനിക്കത് ഇപ്പൊ അറിയണം. അല്ല ഇപ്പൊ അറിഞ്ഞില്ല നീ എന്ത് ചെയ്യും? ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ആ ഉണ്ടാക്കും. കൊണ്ടുപോകുന്നില്ല. വലിയ നീ എന്റെ അടുത്ത് കളിക്കില്ലേ? നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുത്? ആഹാ, ഭാര്യയുടെ അമ്മായി ആയിട്ടാണ് മനുഷ്യൻ നിങ്ങൾ എന്നെ കാണുന്നത്. ഞാനൊന്ന് നോക്കി സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നെ തല്ലിയാലുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനമായോ? ഇടിക്കുമ്പോ 2 പൈൻ്റായിട്ട് ഇരിക്കുന്നു, ഒരു ഫുള്ളായിട്ടാണ് ഇടിക്കുന്നത്. ഞാൻ ചത്തുപോയി എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ പൊക്കരുതെന്ന്. എന്റെ മാവേലിക്കര തമ്പുരാനെ എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കളെ. അയ്യോ മാഡം, ഇത് മാവേലി. നീ മിണ്ടണ്ട പ്രഭാകര. നീ മാവേലിയായിട്ട് വേറെ വല്ല വീട്ടിലോട്ട് പോകും. എന്റെ അടുത്ത് വരരുത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പ്രഭാകരനൊന്നും അല്ല, ഇത് മാവേലിയാണ്. അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. നേരത്തെ രായപ്പൻ വന്നപ്പോഴും അവൻ മാവേലിയായിട്ടാ വന്നെ. ഇപ്പൊ പ്രഭാകരൻ വന്ന് എനിക്കെന്താ ഇവിടെ കണ്ട അറിയാൻ പാടില്ല. നേരം വെളുത്ത ഈ ഓണം വന്നാൽ നേരം വെളുത്ത വൈകുന്നേരം വരെ മാവേലിയെ കൊണ്ട് ഭയങ്കര ശല്യം. അതേന്നേ. ഓ എന്റെ പൊന്നെ, ഞങ്ങൾ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഇതാണ് യഥാർത്ഥ മാവേലി. ഇത് ഇതാ പാതാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അറിയത്തില്ല. തിരുവോണമല്ലേ ഇന്ന്? ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല. അത് പിന്നെ ഞാനൊന്നും ഒരുങ്ങിയതാ, പക്ഷെ നടന്നില്ല. അതെന്താ? എന്താ എന്താണെന്നോ, ഞാനൊന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ പെർഫോമൻസ് റൗണ്ട് അല്ലായിരുന്നു. നിങ്ങൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി SMS ചെയ്തായിരുന്നു. അത്ര പെർഫോമൻസ് അല്ലായിരുന്നു ഇവിടെ. എന്നിട്ട് 2 കോടിയുടെ ഫ്ലാറ്റ് അത് കിട്ടിയില്ലേ? 2 കോടിയുടെ ഫ്ലാറ്റ് ഒന്നും കിട്ടില്ല. 2 ഇടി കിട്ടിയപ്പോ ഞാൻ ഫ്ലാറ്റ്. അതെ, 2 നിങ്ങൾ എന്നെയുള്ള മനുഷ്യൻ. ഞാൻ കുനിച്ചു നിർത്തി എത്ര ഇടി ഇടിച്ചതാ. ഞാൻ ഇടിച്ച ബാക്കി ഇടിക്കുന്നു ഒരു വില ഇല്ലാണ്ടായി. അല്ലെങ്കിൽ അയ്യോ, പിന്നെ എന്നെ നത്തല്ലൊടിയുമ്പോഴല്ലേ ഞാൻ നിന്റെ ഇടിയുടെ എണ്ണം നോക്കാൻ പറഞ്ഞു. പോലെ അവിടുന്ന് ചുമ്മാ. വേണ്ട ലഹളകളൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പ്രമാണം. ഇത്തവണ വന്നിട്ട് പ്രജകളാരും നമ്മളെ ഗവനിച്ചിട്ടില്ല. എല്ലാ ആഘോഷവും ഇപ്പൊ TV-യിൽ മാത്രമാണല്ലോ. അടുത്ത വർഷം ഈ വരവ് വേണ്ട എന്ന് വെച്ചാൽ എന്റെ തിരുമേനി, വരാതിരുന്ന പ്രജകളെ കാണാൻ പറ്റുമോ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പ്രജയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പ്രജയുടെ ഒരു സൂപ്പർ സീഡ് ഞാൻ തരാം. മോഹൻലാലിന്റെ അടിപൊളി പടം. എന്നെ സ്റ്റണ്ടാന്നറിയാം. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഇന്ന് അമ്മയുടെ ഓണപ്പരിപാടി ഉണ്ടല്ലോ. അമ്മയ്ക്കെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ. വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധി. ആരുടെ അമ്മയാ? എന്റെ അമ്മയുടെ കാര്യം അല്ല പറഞ്ഞത്. താരങ്ങളുടെ അമ്മയുടെ പരിപാടി TV നടക്കുന്നത്. നീ ആ TV അങ്ങോട്ടൊന്നും. എന്നെ സിനിമയ്ക്ക് കൊണ്ടു പറഞ്ഞപ്പോഴേ ആ കുന്താണ്ടത്തിൽ അത് ഉള്ളതുകൊണ്ടല്ലേ, അമ്മയുടെ പരിപാടി TV-യിൽ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഞാനിത് തല്ലിപ്പൊട്ടിക്കും, നോക്കിക്കോ. നീ തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ TV കണ്ടു ഞാൻ ആ TV ഇട്ട് വെള്ളം അടിച്ചോളാം കേട്ടോ. അത് വേണ്ട. മാവേലി, ഞാനൊരു വെറുവാക്ക് പറഞ്ഞു പോയി ആ TV തല്ലി പൊട്ടിക്കുമെന്ന്. ഇനി ഞാനത് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്ന് അവങ്ങേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര. അതങ്ങാനും എടുത്തോണ്ട് പോയാലുണ്ടല്ലോ. വേണ്ട TV ഒന്നും തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്കാവശ്യമുള്ള സാധനം ഞാൻ തരാം. എന്ത് സാധനം? എന്നാ സാധനം?
എനിക്കിപ്പോ മനസ്സിലായി മാവേലി എന്ന് പറഞ്ഞ ഇങ്ങനെ വേണം. മാവേലിക്ക് പ്രജകളോട് സ്നേഹമുള്ളവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഉമ്മ. നിങ്ങൾ വിടരുത്. എന്നാലും എന്റെ മാവേലി, നിങ്ങളൊരു ഒടുക്കത്തെ ചെയ്തായി പോയി എന്നോട് ചെയ്തത്. നിങ്ങളെ പോലെ ഇത്ര നല്ലൊരു വേഷം കെട്ടി വന്ന മനുഷ്യൻ എന്നോട് ഇത് ചെയ്യാൻ കൊള്ളായിരുന്നു. കുഞ്ഞെ കരയാതിരിക്കൂ. അവൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ എന്നെ കാര്യം തൊട്ട് നോക്ക്. ആശ്വസിപ്പിച്ചെന്ന് വിചാരിച്ച് ഞാൻ അതിലൊന്നും വീഴാൻ പോകുന്നില്ല. ഇങ്ങോട്ട് പറയട്ടെ. ഇത് മദ്യമല്ല. നിങ്ങളുടെ ഭർത്താവ് മേലാൽ കുടിക്കാതിരിക്കാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. Very, very thanks, very, very thanks. ഒരു നല്ല മിനിറ്റ്. ഷേപ്പുള്ള നല്ല സാധനം. രൂപം മാറ്റം ഒരു പാവവും. അതൊന്നും അല്ലെന്നേ, ഞാൻ ആ ഫുള്ള് മേടിച്ചെടുക്കൂ. ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മാവേലി അനുഗ്രഹിച്ച് ചേട്ടന് ഫുള്ള് തന്നതല്ലേ. ചേട്ടൻ ഇതൊരു തുള്ളി പോലും ആർക്കും കൊടുക്കാതെ മൊത്തം കുടിക്കണം കേട്ടോ. ആരെങ്കിലും ചോദിച്ചാ അവന് 2 തെറി പറഞ്ഞ 2 തല്ലും കൊടുത്ത് മൊത്തം കുടിക്കണമെന്ന്. ആർക്കും കൊടുക്കണ്ട. നീ ഇപ്പോഴാ ഒരു യഥാർത്ഥ ഭാര്യ. ഒരു ഭർത്താവിന്റെ വിഷമം മനസ്സിലാക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. മാവേലി എല്ലാ വർഷവും പറഞ്ഞു ഈ വീട്ടിലെ വേറെ എങ്ങും പോയില്ലേ ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടാ. ഒരു ഫുള്ളല്ല 2 ഫുള്ളായാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റക്ക് നടിച്ചോളാം. സത്യം അല്ലേ? അതെ അതെ. കൊടുക്കത്തില്ല. സർവ്വവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ഈ കുടുംബത്തിൽ മാത്രമല്ല, ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. ഓ പാതാളത്തിനാണല്ലോ. അല്ല നീയായിരുന്നോ? എടി നീ പറയുന്നോന്ന് ഞാൻ കേക്ക്. അല്ല ഞാൻ പറയുന്നോന്ന് നീ കേക്ക്. ചിക്കനാണോ? തക്കാളിയോ? എന്ത് പന്നിയോ? അയ്യോ ആരാ? പാതാളത്തിന് പന്നിയാ? എന്തോ? അല്ല പാതാളത്തിന് പത്നിയാ. എടോ, ഞാൻ തരുന്ന തുച്ഛമായ ശമ്പളമല്ലേ തനിക്കുള്ളൂ? അതെ. എന്നിട്ടാന്നോ നല്ല ചിക്കനും പന്നിയും തക്കാളിയൊക്കെ പൊരിച്ചടിക്കുന്നത്? അയ്യോ അതിന്റെ കാര്യം അല്ല തിരുമേനി. പിന്നെന്തുവാ? പാതാളത്തില് മൂത്ത കൊച്ചിന് പന്നിപ്പനി, രണ്ടാമത്തേന് തക്കാളിപ്പനി, മൂന്നാമത്തേന് ചിക്കൻ ഗുനിയ. പാതാളത്തിൽ നിന്ന് പോന്നിട്ട് കുറെ ദിവസം ആയില്ലേ? തനിക്ക് ഒന്ന് അന്വേഷിക്കാൻ നേരമില്ലടാ മനുഷ്യ എന്ന് പത്നി വിളിച്ച് ചോദിച്ചു. ആട്ടെ, ഇനി എന്താ നമ്മുടെ പരിപാടി? ഓഹോ തിരുമേനി ഇത് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താ വൈകിട്ടെന്താ പരിപാടി? എന്താ? എടോ, ഈ പരിപാടിയുടെ കാര്യമല്ല. നമുക്കേ തിരിച്ച് പാതാളത്തിലോട്ട് ചെല്ലണ്ടേ? ശരിയാണല്ലോ. അവിടത്തെ കാര്യങ്ങളാണെങ്കിൽ ആകപ്പാടെ അവതാളത്തിലായിരിക്കുന്ന സമയമാണ്. ശരിയാ തിരുമേനി. ഇവിടെ ഇങ്ങനെ തേരാപ്പാരാ തെണ്ടി നടന്ന് വല്ല പന്നിപ്പനി പിടിക്കുന്നതിന് മുൻപ് നമുക്ക് പാതാളത്തിലേക്ക് തിരിച്ചു പോകാം. സൂസിയെ ചാറ്റ് ചെയ്തിട്ട് എപ്പം മീറ്റ് ചെയ്യാന്ന് ചോദിക്കും. അത് വേണോ? പിന്നെ അവള് നമ്മളെ ചീറ്റ് ചെയ്താലേ? എന്നാ നമുക്ക് മാറ്റി ചെയ്യാം. മാറ്റിയാണ്. അവളെ മാറ്റിയിട്ട് വേറെ എടുത്തി എടുക്കാമെന്ന്. ഓ അങ്ങനെ. ഓക്കെ. ഞങ്ങൾ എത്തി. നിങ്ങൾ ഇതേവരെ പോയില്ലേ? ഇല്ല. അല്ല, കമ്പ്യൂട്ടറിൽ വല്ല ഗെയിമും കളിക്കുകയാണോ? അല്ല, ഞങ്ങൾ ഇമെയിൽ വഴി എനിക്കൊരു കല്യാണം ഉറപ്പിക്കുക. അപ്പൊ ഇമെയിലുമായിട്ടാണോ കല്യാണം? പണ്ടൊക്കെ ഫീമെയിലുമായിട്ടായിരുന്നു കല്യാണം. കാലം പോയ പോക്കേ. എങ്ങനെയുണ്ടായിരുന്നു മാവേലി ഓണമൊക്കെ? ഓണമൊക്കെ ഗംഭീരമായിരുന്നു. പ്രജകളെ കാണാനും ക്ഷേമം അന്വേഷിക്കുവാനും പറ്റി. പിന്നെ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള സമയവുമായി. യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും. എന്നാ ശരി, അടുത്ത ഓണത്തിന് കാണാം. അല്ല, മടങ്ങിപ്പോകണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാശിനാണെങ്കിൽ 10 പൈസ കാശിന്റെ കശുവട്ടിയുടെ കാര്യമല്ല. കർമ്മണ്യെ വന്ന വഴി കാര്യസ്ഥേ മാ ഫലേഷു കഥാചന. മനസ്സിലായില്ല. വന്ന വഴി മറക്കരുത്. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ www.maveli.com എന്ന എന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തില്ലേ? അത് ക്ലോസ് ചെയ്താലേ ഞങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകാൻ പറ്റൂ. അത്രേ ഉള്ള. ശരിയാക്കി തരാം. എടാ പോയി, എന്റെ കമ്പ്യൂട്ടറും പോയി. പോകാ